നിങ്ങളൊരു കുഴി മടിയനാണോ? ലേസിയാണോ? കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരാളാണോ? നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കുഴിമടിയനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നുണയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചത് ഒരു പക്ഷേ മറ്റുള്ള വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊരു മടിയനാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വലിയൊരു മടിയനാണ്. അങ്ങനെ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ കാര്യമായിട്ടുള്ള പുരോഗതിയോ വിജയങ്ങളോ നേട്ടങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിന് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു കുഴിമടിയനാണ്. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നുമില്ല. എന്നാൽ നിങ്ങൾ മടിയനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ മടിയനാണ് എന്നുള്ളൊരു നുണ വിശ്വസിക്കുന്നു. അങ്ങനെ ആ വിശ്വാസത്തിന്മേൽ നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അതാണ് സത്യം. നിങ്ങൾ മടിയനാണെങ്കിൽ, കുഴിമടിയനാണെങ്കിൽ, നിങ്ങൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കില്ല, പല്ല് തേക്കില്ല, വൃത്തിയായിട്ട് നടക്കില്ല, കുളിക്കില്ല, ജോലിക്ക് പോവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യില്ല. പക്ഷേ നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, പല പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ മടിയനല്ല. പക്ഷെ മടിയനാണ് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ശീലം മാറ്റിയെടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ വളരെയധികം പ്രൊഡക്റ്റീവ് ആവണം. പല കാര്യങ്ങളും നേടണം. നിങ്ങളുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഞാനിതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് എനിക്കും എൻ്റെ പല ക്ലയൻസിനും ഉപയോഗപ്പെട്ടുള്ളതും വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളിത് കേൾക്കുക. നിങ്ങൾക്ക് മടി മാറ്റണം, അല്ലെങ്കിൽ ഈ മാറ്റിവെക്കുന്ന ശീലം മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളൊരു മടിയനല്ല. നിങ്ങൾ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന, പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള സത്യം നിങ്ങൾ വിശ്വസിക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂസ്ഫുള്ളായിട്ടുള്ള, ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം സ്പേസ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, നിങ്ങൾ മടി കാരണം മാറ്റിവെക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത് വായന ആയിരിക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ വ്യായാമം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, ഒരു പുസ്തകം എഴുതുക. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ മാറ്റിവെക്കുന്നത്, ആ കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് വീതം നിങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. ഈ 10 മിനിറ്റ് വീതം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു അലാം സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഉദാഹരണത്തിന് വായിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ അലാം വെച്ചിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അവിടെ നിന്നോളന്നില്ല. കാരണം നിങ്ങൾ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളായിട്ട് വായിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പരിപൂർണമായിട്ടും ഫോക്കസ് ചെയ്ത് വായിക്കുക എന്നുള്ളത് തുടക്കത്തിൽ കുറച്ച് ശ്രമകരമായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് അലാം വെച്ച് ചെയ്യുക. 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും, 10 മിനിറ്റല്ലേ ഉള്ളൂ, ഐ ക്യാൻ ഡു ദാറ്റ്. അങ്ങനെ നമ്മൾ ചെയ്യും. ഇനി മറ്റൊരു കാര്യം, എക്സസൈസ് ആവട്ടെ. എക്സസൈസ് നിങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ചെയ്യുന്നില്ല. കാരണം അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണം ആയിരിക്കും, വേദനിക്കും. ഇങ്ങനെയൊക്കെ ആലോചിച്ചാണ് നിങ്ങൾ ആ കാര്യം മാറ്റി വയ്ക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് അതിന് സെറ്റ് ചെയ്ത് വയ്ക്കൂ. നിങ്ങളുടെ റൂംസ് അറേഞ്ച് ചെയ്യുന്നതിന് അതിനൊരു 10 മിനിറ്റ്. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഒരു ദിവസം നിങ്ങൾ നിറയ്ക്കുക പല കാര്യങ്ങൾ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു വൈമുഖ്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ 10 മിനിറ്റല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കൊണ്ട് ദിവസങ്ങളൊന്ന് നിറച്ച് നോക്കൂ. ഇതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മടിയനല്ല
എന്ന് പറയുന്നതിന് ഒരു 100 കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ ഒരു ദിവസം 10 കാരണങ്ങൾ എഴുതി വയ്ക്കുക. 10 കാരണങ്ങൾ നിങ്ങൾ മടിയനല്ല എന്ന് പറയുന്നതിന് എഴുതി വയ്ക്കുക. ഇങ്ങനെ 10 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ 100 കാരണങ്ങളായി. അപ്പോൾ അതിൽ നമുക്ക് പല കാര്യങ്ങൾ എഴുതാം. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു, അത് ഞാൻ മടിയനല്ല എന്ന് പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ്. ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതെഴുതാം. അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെഴുതാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. കാരണം ഇതൊന്നും നമ്മൾ മടിയനല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളാണ്. ഇത് ചെറിയ കാരണങ്ങളാവാം, വലിയ കാരണങ്ങളാവാം. ഇത് 10 കാരണങ്ങൾ ഓരോ ദിവസവും നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ 10 ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തന്നെ അപ്പോൾ വിശ്വാസം വരും, ഞാൻ മടിയനല്ല, ഞാൻ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് വലിയ റിസൾട്ടുകൾ നൽകുന്നതുമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വലിയ ലക്ഷ്യം, അത് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഒരു എഴുത്തുകാരനായി മാറുക, ഒരു ആളുകളുമായിട്ട് ഇടപഴകുന്ന നല്ലൊരു ലീഡറായിട്ട് മാറുക. അങ്ങനെ എന്തോ നിങ്ങളുടെ ആഗ്രഹം, ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വിഷൻ, ഒരു ലക്ഷ്യം, അത് നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ അതിനുവേണ്ടി ഒരു പ്രവൃത്തി നിങ്ങൾ ഒരു ദിവസം ചെയ്യുക, ചുരുങ്ങിയത്. അങ്ങനെ നമ്മളത് സ്ഥിരമായിട്ട് ആ ഒരു ഗോള് നമ്മൾ വെച്ച് ഒരു പ്രവൃത്തി വീതം ചെയ്യുമ്പോൾ ആ ലക്ഷ്യം നമ്മളെ മനസ്സിൽ ഉറക്കുകയും അതിനുവേണ്ടി ശ്രമിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വല്ലാത്തൊരു ആഗ്രഹവും ഉണ്ടാവും. അങ്ങനെ നമ്മൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യും. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഈ അലസത, മടി, മാറ്റിവെക്കലിന് ഒരു കാരണം പല പല ചെറിയ അഡിക്ഷൻസാണ്. ഉദാഹരണത്തിന് ഫോൺ ഒരു അഡിക്ഷനാണ്. നിങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, നിരന്തരം നിങ്ങൾ വാട്സപ്പിലൂടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിരന്തരം സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരം ജങ്ക് ഫുഡ് കഴിക്കുന്നു. ഇതൊക്കെ ഓരോരുത്തരം അഡിക്ഷൻസാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് നമുക്ക് ആവശ്യമുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് വലിയ ഒരു വിലങ്ങ് തടിയായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ടൈം സെറ്റ് ചെയ്യുക. ആ ടൈം അടിക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു ശീലം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മടി മാറുകയും അതോടൊപ്പം ഈ നമ്മുടെ അലസത അല്ലെങ്കിൽ മാറ്റിവെക്കൽ, പ്രൊക്രാസ്റ്റിനേഷൻ വർദ്ധിപ്പിക്കുന്ന അഡിക്ഷൻസ് നമ്മളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതോടൊപ്പം നമുക്ക് വലിയ പുരോഗതി, വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മടിയനല്ല, പക്ഷേ മടിയനാണെന്നുള്ള വിശ്വാസമുണ്ട്. അത് മാറ്റിയെടുക്കുക. പിന്നെ ഈ പറഞ്ഞ ടിപ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വലിയ ആക്റ്റീവായിട്ടുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്ന, വളരെയധികം ക്രിയേറ്റീവും പ്രൊഡക്റ്റീവുമായിട്ട് മാറുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ടിപ്സുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി ഒരുപാട് ടിപ്സ്, ടെക്നിക്സ്, മെഡിറ്റേഷൻ, നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. സോ താങ്ക് യു.